ഹായ്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് സാരി ഉടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ടിപ്പ് പറഞ്ഞു തരാം. ഓരോ സാരി ബ്ലൗസ് നെക്ക് ലൈനിനും ഓരോ ടൈപ്പ് ഓർണമെന്റ്സ് വേണം ചൂസ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങളുടെ സാരിക്ക് ബോട്ട് നെക്ക് ആണ് ബ്ലൗസ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോക്കർ ഇടുന്നത് വളരെ നന്നായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ബ്ലൗസിന്റെ നെക്ക് ഏരിയ ഫുൾ കവർ ചെയ്യുകയാണ്. അപ്പൊ വലിയ മാലയൊക്കെ ഇട്ടാൽ അത് അത്ര വിസിബിൾ ആയി തോന്നില്ല. ചോക്കർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ബ്ലൗസ് ലൈന് ഡീപ്പ് യുവോ വീനെക്കോ ഒക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഹാരം ഇട്ടാൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മളൊരു ഡീപ്പ് നെക്കാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ലോങ് ഹാരം ഇടുമ്പോൾ ഒരു വെർട്ടിക്കൽ ആംഗിൾ ക്രിയേഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഇനിയിപ്പോ നിങ്ങൾ വീനെക്കാണ് ചൂസ് ചെയ്തതെങ്കിൽ ലോങ് ഹാരത്തിന് പകരം ഒരു സിമ്പിൾ ആയിട്ട് ഒരു ചെയിനും പെൻഡന്റും ചൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കോളർ നെക്കാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വലിയ കമ്മലിട്ടാൽ വളരെ നന്നായിരിക്കും. കാരണം വളരെ സിമ്പിൾ ആണ്. എന്തെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ നെക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കോളറിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അട്രാക്റ്റീവായി തോന്നാൻ വലിയ കമ്മൽ സഹായിക്കും. ഇനി നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസ് ഇട്ടാൽ വളരെ നന്നായിരിക്കും. കാരണം ഓൾറെഡി നമ്മുടെ നെക്ക് ഏരിയ മുഴുവനും വിസിബിൾ ആണ്. അപ്പൊ ആ നെക്ക് ഏരിയയുടെ വിസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി വലിയ നെക്ലസ് ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയായി വരും.